ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയം, മുസ്ലിം മസ്ജിദ് ചേരമാൻ പള്ളിയാണെന്നാണ് പറയുന്നത് അല്ലേ? ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന രാജാവ് കൊടുങ്ങല്ലൂരിനടുത്ത് ഒരു ക്ഷേത്രം ഉണ്ടാക്കാനോ മറ്റോ വെച്ചിരുന്ന ഉരുപ്പടികൾ ആദ്യമായി അവിടെ എത്തിയ മാലിക് ദീനാറും സംഘമാണെന്ന് തോന്നുന്നു. അവർക്ക് കൊടുത്ത് നിങ്ങൾ ഇവിടെ ഒരു ആരാധനാലയം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാണ് കേരളത്തിലെ ഇസ്ലാമിക കുടിയേറ്റം ആരംഭിക്കുന്നത്. അങ്ങനെ അവർ ഭൂമി കൊടുത്തു, അവിടെ പള്ളി ഉണ്ടാക്കാനുള്ള വസ്തുക്കൾ കൊടുത്തു, ക്ഷേത്രത്തിൻ്റെ വസ്തുക്കൾ തന്നെ കൊടുത്തു. ഇപ്പോഴും ചേരമാൻ പള്ളിക്കൊരു ക്ഷേത്രത്തിൻ്റെ രൂപമാണ്. അങ്ങനത്തെ വിളക്കുണ്ട്. അതിനുശേഷം വിവാഹം കഴിക്കാൻ ഈ നാട്ടിലെ പെണ്ണുങ്ങളെ കൊടുത്തു. ഇതൊരു മുസ്ലിം മതപ്രവാചകൻ ഇത് പറഞ്ഞ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓരോ രാജാവ് പറഞ്ഞു, രാജാവിനോട് ഒരു പറഞ്ഞു, നിങ്ങൾ ഭൂമി തന്നു, വീട് തന്നു, ഞങ്ങൾക്ക് പെണ്ണുങ്ങളില്ല, ഭാര്യമാരെ വേണം. വിവിധ സമുദായങ്ങളിൽ നിന്ന് ഭാര്യമാരെ കൊടുത്തു. അങ്ങനെയാണ് ഇസ്ലാം കേരളത്തിൽ വേരുപിടിച്ചത്, പച്ച പിടിച്ചത്, വളർന്നത്. ഇപ്പോൾ അവർ വന്ന വഴിയൊക്കെ ഇപ്പോൾ മറന്നിട്ട് ഒരു 4-5 തലമുറയ്ക്കപ്പുറത്ത് ഇപ്പോൾ ആരുടെ പേരെടുത്താലും ഹിന്ദു ആയിരുന്നിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസ്ലിങ്ങളെ സൗദിയിലെ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ മുസ്ലിങ്ങൾക്ക് അത്ര വലിയ പിടുത്തമില്ല. അവർ രണ്ടാം തരം മുസ്ലിങ്ങളായിട്ടാണ് കരുതുന്നത്. അങ്ങനെ വസ്തുതയുണ്ട്. അത് ഇവിടെ സമ്മതിക്കില്ല. പക്ഷേ അവിടെ പോയാൽ പലരും പറയുന്നുണ്ട്, അത് സത്യമാണ്. ഏതായാലും അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനുശേഷം താൻ ഇവിടെ നട്ടു നനച്ചു വളരാൻ സൗകര്യം കൊടുത്ത ഇസ്ലാം മതത്തിൽ ആകൃഷ്ടനായിട്ട് സാക്ഷാൽ ചേരമാൻ പെരുമാൾ മുസ്ലിമായി മക്കത്ത് പോയി എന്നൊരു കഥയുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? അത് കഥ മാത്രമാണ്. എന്തായാലും ചേരമാൻ പെരുമാൾ മതം മാറിയിട്ടില്ല. ഞാൻ അടുത്തിടെ 2 തവണ തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പോയി. അവിടെ ചേരമാൻ പെരുമാളിൻ്റെ ഒരു കോവിലുണ്ട്. അതെ, അതായത് ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുന്ന ക്ഷേത്രമാണ്. ഏറ്റവും പൗരാണികമായ ക്ഷേത്രമാണ്. കാരണം പെരുമാൾമാരുടെ കാലത്തെ ക്ഷേത്രമാണ്. ഒരിക്കലെങ്കിലും പോയി വണങ്ങേണ്ടുന്ന ക്ഷേത്രം. അവിടെ ഗംഗയുണ്ട് അല്ലേ? ഗംഗാ തീർത്ഥമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപദേവതമാരുള്ള ക്ഷേത്രമാണത്. 33 ഉപദേവതമാരുണ്ട്. പള്ളിയറ പൂജയുണ്ട്. അത് പിന്നെ തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ മാത്രമേ പള്ളിയറ പൂജ വേറെ ഉള്ളൂ. ഇവിടെ കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കുറേ ഉണ്ട്. തമിഴന്മാർ ധാരാളം വരുന്ന ഈ കർക്കിടകത്തിലെ ചോതി, അവിടെ ചോതി തിരുവിഴ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആഘോഷിക്കുന്നുണ്ട്. അത് ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നായനാരും ആ ക്ഷേത്രത്തിൽ നിന്ന് ഉടലോടെ സ്വർഗം പോകിയതിൻ്റെ ആഘോഷമാണത്. അതപ്പോൾ അത്രയും എത്രയോ സഹസ്രാബ്ദമായി നടന്നു വരുന്നതാണ് ഈ ചോദ്യത്തിരുവിഴ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദുവിൽ മഞ്ചേരിയിലെ വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ ഈ പെരുമാളിൻ്റെ കാലത്തെ 3-മത്തെയോ മറ്റോ പെരുമാളിൻ്റെ കാലത്തെ ഒരു ശിലാലിഖിതം കണ്ടെത്തി. അത് വായിച്ചു. വട്ടെഴുത്തിലാണത് എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1142 വർഷം മുമ്പ് കൊടുങ്ങല്ലൂർ ഭരിച്ചിരുന്ന പെരുമാളിൻ്റെ കാലത്തെ ശിലാലിഖിതമാണിത് എന്ന് ഞാനിത് പറയുന്നത് എന്താ വെച്ചാൽ ഇസ്ലാമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഇവിടെ ഭരിച്ചിരുന്ന ആളുകളുടെ കാലത്തേക്ക് ശിലാലിഖിതങ്ങൾ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതും ഒരു പ്രാചീന ക്ഷേത്രമാണ് ഈ മഞ്ചേരിയിലെ വേട്ടക്കൊരു മകൻ എന്ന് പറയുന്നത്. ഞാനിത് ആദ്യം പോയപ്പോഴും തിരുവഞ്ചിക്കുളത്ത് ശരിക്കും അമ്പരന്ന് പോയത് ഇവരെ രണ്ടുപേരെയും അടുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. ഈ സുന്ദരമൂർത്തി നായനാരും ചേരമാൻ പെരുമാളിൻ്റെയും വിഗ്രഹങ്ങൾ, അവരെ ഉപദേവതമാരാണ് അവിടെ. സാധാരണഗതിയിൽ ഈശ്വരന്മാരെയൊക്കെയാണല്ലോ വയ്ക്കുക. 2 കവികളാണ്. ചേരമാൻ പെരുമാളും കവിയാണ്. കാരണം 63 നായനാർമാർ ശൈവസിദ്ധന്മാരിൽ പെടുന്ന ആളാണ് ഈ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ആളും. അദ്ദേഹം തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് ഉടലോടെ സ്വർഗം പോകി എന്നുള്ള ഐതിഹ്യം നമുക്ക് ഉണ്ട്. ഇസ്ലാമിൽ ചേർന്ന ഒരാളെ ഒരു അമ്പലത്തിൻ്റെ അകത്ത് വിഗ്രഹമായിട്ട് വെക്കുമോ? ഇങ്ങനൊരു ഐതിഹ്യം നമ്മൾ കൊണ്ടു നടക്കുമോ? ഇത്രയും കൊല്ലമായിട്ട് അവിടെ നിന്ന് എന്നിട്ട് അത് ചോദ്യത്തിരുവിഴ എന്ന് പറഞ്ഞിട്ട് ആചരിക്കുമോ? ഈ മാസമാണ് അതിന് വരാൻ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് എത്രയോ പേര് വന്നിട്ട് അവർ സദ്യ നിങ്ങളുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഈ ബസ്സിൽ ഒരുപാട് ബസ്സുകളിൽ വന്നിട്ട് അവരാണ് ഇത് മുഴുവൻ ചെയ്യുക ഈ ചോദ്യത്തിരുവിഴയ്ക്ക്. കാരണം ഈ പെരുമാൾ എന്ന് പറയുന്ന ആൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതാണ്, ഭരണം അറിയാവുന്നത് കൊണ്ട്. അപ്പോൾ ഇത് ഇസ്ലാം എങ്ങനെയാണ് ഈ പെരുമാളിനെ
അങ്ങോട്ടെടുത്തത് എന്നുള്ളത് അവസാനം പറയാം. ഈ ഐതിഹ്യത്തിൻ്റെ കാര്യം കുറച്ചുകൂടി അത് ഒരുപാടുണ്ടത്. കാരണം ഇവർ സംയുക്തമായി തമിഴിലേക്ക് നമ്മൾ നോക്കിയാൽ ഇപ്പം തിരുവഞ്ചിക്കുളത്തിൻ്റെ കഥ ശരിക്കും നോക്കുമ്പോഴാണ് തമിഴിൽ ഒരുപാടുണ്ട്. ഈ ചേരമാൻ പെരുമാളും സുന്ദരമൂർത്തി നായനാരും തമ്മിൽ സുഹൃത്തുക്കൾ എന്നുള്ള നിലയ്ക്ക് നടത്തുന്ന യാത്രകളുണ്ട്, തീർത്ഥയാത്രകൾ. ആ തീർത്ഥയാത്രകളിൽ അവർ കാണുന്ന കാഴ്ചകളൊക്കെ ധാരാളമായിട്ട് ഐതിഹ്യമായിട്ട് തമിഴിൽ കിടപ്പുണ്ട്. ഇവിടെ അത് അത്ര അറിയപ്പെട്ടിട്ടുണ്ടാവില്ല. ഈ കഥകൾ മുഴുവൻ നമ്മൾ പറയുകയാണെങ്കിൽ ചേരമാൻ പെരുമാളിൻ്റെ കഥകളും പറയുകയാണെങ്കിൽ ഒരുപാട് ദിവസം വേണ്ടിവരും. അപ്പോൾ ഇതിൻ്റെ ഒരു ശരിക്കും ഉള്ളടക്കം മാത്രം എടുക്കുകയാണെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ തിരുനാവല്ലൂരിൽ ജനിച്ച ആളാണ് ഈ സുന്ദരമൂർത്തി നായനാർ. സുന്ദരർ എന്നാണ് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ഈ തേവാര പാട്ടുകൾ എഴുതിയിട്ടുള്ള 3 പേരിലൊരാളാണ് സുന്ദരർ. സുന്ദരർ അപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സതയ നായനാർ അച്ഛൻ, ഇശൈ നാനിയാർ അമ്മ. ഈ കുടുംബം ദാരിദ്ര്യത്തിലായിരുന്നത് കൊണ്ട് ഈ പയ്യനെ സുന്ദരരെ നരസിംഹ മുനരായർ എന്ന് പറഞ്ഞ പല്ലവ ക്ഷത്രിയ കുടുംബം ദത്തെടുത്തു. എന്നിട്ട് അവരുടെ കൂട്ടത്തിലാണ് വളരുന്നത്. വിവാഹപ്രായമായപ്പോൾ സുന്ദരർക്ക് വിവാഹം ആലോചിച്ചു. എന്നിട്ട് ഈ വിവാഹ പാർട്ടി ഒരു ശിവക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു ഓലയുമായിട്ട്, ഓലയിൽ എന്തോ എഴുതിയിട്ടുണ്ട്, ഒരു വൃദ്ധൻ വന്നു. തിരുവാരൂർ ക്ഷേത്രമാണത്, ശിവക്ഷേത്രം. അപ്പോൾ അവിടെ ക്ഷേത്ര നർത്തകി പറവയാറുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത് തീരുമാനിക്കുന്നുണ്ട് വിവാഹം. അത് കഴിഞ്ഞിട്ട് ഈ വൃദ്ധൻ ഓല കൊണ്ടുവന്നിട്ട് അത് വായിച്ചു നോക്കിയപ്പോൾ ഈ വൃദ്ധനെ പരിചരിച്ചാണ് ഇയാൾ ജീവിക്കേണ്ടത്, സുന്ദരർ എന്നുള്ളതാണ് ഓലയിൽ എഴുതിയിരുന്നത്. അപ്പോൾ ആ ഓല ശരിയാണോ എന്നുള്ളത് പണ്ഡിതന്മാരൊക്കെ നോക്കിയപ്പോൾ ഓലയിൽ എഴുതിയിരിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് തീരുമാനിച്ചു. വൃദ്ധൻ ഈ ക്ഷേത്രത്തിൻ്റെ അകത്ത് അപ്രത്യക്ഷനുമായി. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശിവൻ വന്ന് ശിവനെ പരിചരിക്കുന്ന ആളായിട്ട് കൂട്ടി ഇങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിച്ചു എന്നാണ് ആ ഐതിഹ്യ ഭാഗത്തുള്ളത്. അത് കഴിഞ്ഞ് ക്ഷേത്ര നർത്തകി പറവയാരെ വിവാഹമൊക്കെ പിൽക്കാലത്ത് ചെയ്യുന്നുണ്ട്. തീരനഗരമായ തിരുവുത്രിയൂരിൽ വെള്ളാള സ്ത്രീയുമായിട്ടുള്ള ചങ്കിലിയുമായിട്ട് പിന്നെ ഒരു വിവാഹം നടന്നിരിക്കുമ്പോൾ ചങ്കിലി എന്ന് പറഞ്ഞൊരു വെള്ളാള സ്ത്രീയുമായിട്ട് പ്രണയം. അപ്പോൾ ആ ചങ്കിലിയുടെ വീട്ടുകാർ കണ്ടീഷൻ വെക്കുന്നുണ്ട്, ഇവിടം വിടില്ല, ചങ്കിലിയെയും വിടില്ല എന്ന് പറഞ്ഞ കണ്ടീഷൻ. ആ കണ്ടീഷനിൽ ചങ്കിലിയെ വിവാഹം ചെയ്യുന്നു. പക്ഷേ ഇയാൾക്ക് പറവയാരെ മറക്കാൻ പറ്റുന്നില്ല, നാട് മറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടുത്തെ വാക്ക് തെറ്റിച്ചിട്ട് ഇയാൾ വീണ്ടും തിരുവാരൂരിലേക്ക് യാത്രയായി. വാക്ക് തെറ്റി. അപ്പോൾ ഈ വാക്ക് തെറ്റിച്ചത് കൊണ്ട് സുന്ദരർ അന്ധനായി, കാഴ്ച പോയ കാര്യമൊക്കെ ഈ ധാരാളം തേവാര പാട്ടുകളിൽ ഈ കാഴ്ചയില്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വിവരിക്കുന്ന പാട്ടുകളൊക്കെ ഉണ്ട്. ഇയാൾ ധാരാളം ശിവക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം നടത്താൻ തുടങ്ങി. ഈ തീർത്ഥാടനത്തിൻ്റെ കൂടെ ചേരമാൻ പെരുമാളും ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. ഒരുപാട് ശിവക്ഷേത്രങ്ങൾ താണ്ടിക്കഴിഞ്ഞപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് പെരുമാളിൻ്റെ കൂടെ തിരുവഞ്ചിക്കുളത്ത് വന്നിട്ട് അദ്ദേഹം കുറേ നാൾ പാർക്കുന്നുണ്ട്. പിന്നെ ഗൃഹാതുരത്വം പിടിപെട്ടു. അപ്പോൾ നാട്ടിലേക്ക് പോകണം എന്ന് തോന്നിയപ്പോൾ ഒരുപാട് സമ്മാനങ്ങൾ ആനപ്പുറത്തൊക്കെ കൊടുത്തയക്കുകയാണ്. ഇയാളെ നമസ്കരിക്കുന്നുണ്ട് പെരുമാൾ. അങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും തിരുവഞ്ചിക്കുളത്ത്, കാരണം ഇവർ തമ്മിലുള്ള യാത്രകളും ഐതിഹ്യത്തിൽ ധാരാളം കഥകൾ ഇടയ്ക്ക് വരുന്നുണ്ട്. വീണ്ടും തിരുവഞ്ചിക്കുളത്ത് വരുന്നു സുന്ദരർ. അങ്ങനെ മഹാദേവ ക്ഷേത്രത്തിൽ പോകുന്നു. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ജീവൽ സമാധി എന്നൊക്കെ പറയുമല്ലോ, നിന്ന നിൽപ്പിലൊക്കെ ചില സമയത്തൊക്കെ മാതാ അമൃതാനന്ദമയ്യെ കാണുമ്പോഴും ഇവർ വേറെ ഏതോ ലോകത്താണെന്ന് പ്രത്യേകിച്ച് പാടുമ്പോഴൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ സമാധിയിലാകുന്നു. അത് കഴിഞ്ഞിട്ട് ശയന പ്രദക്ഷിണം നടത്തുന്നു. കണ്ണീരിങ്ങനെ ഒഴുകുന്നു. പതികം പാടി എനിക്ക് കൈലാസത്തിൽ പോകണം
എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ പുറത്ത് ഐരാവതം കാത്ത് നിന്നിരുന്നു സ്വർഗത്തിലേക്ക് പോകാൻ എന്നാണ് ഐതിഹ്യത്തിൽ. അപ്പോൾ അങ്ങനെ ഐരാവതത്തിൽ കൈലാസത്തിലേക്ക് ശിവൻ കൊണ്ടുപോകാൻ തയ്യാറായപ്പോൾ സുന്ദരർ എനിക്ക് പെരുമാളിനെയും കൂട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരാളെ കൊണ്ടുപോകാമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, ഇതിന് അനുവാദമില്ലല്ലോ. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിലാണ് പോയതെന്ന് പതികം പാട്ടുകളിലൊക്കെ ഉണ്ട്, മറ്റേ ശരീരം ഇവിടെ കിടക്കും. അപ്പോൾ ഈ ആഗ്രഹം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം സുന്ദരർ അവിടെ മരിച്ചു എന്നുള്ള വിവരം കൊട്ടാരത്തിൽ കിട്ടി. ചേരമാൻ പെരുമാൾ കുതിരപ്പുറത്ത് മഹാദേവ ക്ഷേത്രത്തിൽ വരികയും ചെയ്തു. തിരുവഞ്ചിക്കുളത്ത് മഹാദേവ ക്ഷേത്രം. അപ്പോൾ ഈ ഗഗനവീതിയിൽ സുന്ദരർ സഞ്ചരിക്കുന്നത് കാണാം പെരുമാളിന്. അപ്പോൾ കുതിരയുടെ ചെവിയിൽ ചേരമാൻ പെരുമാൾ പഞ്ചാക്ഷരി ചൊല്ലി, ഓം നമഃ ശിവായ എന്ന് ചൊല്ലി. അപ്പോൾ ഈ കുതിര മുകളിലേക്ക് പോയി സുന്ദരരുടെ അടുത്ത് ഗഗനവീതിയിലെത്തുന്നു. അപ്പോൾ പിന്നെ രണ്ടുപേരും ശിവപാദം പോകുന്നു കൈലാസത്തിലുമൊക്കെ. അപ്പോൾ കൈലാസത്തിലേക്ക് പക്ഷേ ഈ ദ്വാരപാലകരൊക്കെ സുന്ദരരെ മാത്രമേ പ്രവേശിപ്പിക്കുന്നുള്ളൂ. ശിവൻ അദ്ദേഹത്തിന് മാത്രമാണല്ലോ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും കേഴുകയാണ് ശിവൻ്റെ അടുത്ത്, പെരുമാളിനെയും കൂടി പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശിവൻ നന്ദികേശ്വരനെ അയച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു. ഇതൊക്കെയാണ് ഐതിഹ്യം. അപ്പം നമ്മൾ പണ്ട് ചരിത്രാതീത കാലമാണിത്. ചരിത്രാതീത കാലത്തെ വിവരങ്ങൾ നമ്മൾ ഐതിഹ്യങ്ങളിൽ കൂടി നമുക്ക് വിശ്വസിക്കാവുന്ന കാര്യങ്ങളൊക്കെ എടുക്കുക, ഇത് പറ്റാത്ത ഭാവം മാറ്റിവെക്കുക. എന്തായാലും അവിടെ 2 വിഗ്രഹങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് ക്ഷേത്രം ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ് അല്ലേ, ഇസ്ലാമിന് മുമ്പൊക്കെ ഉള്ള സംഗതിയാണ്. 2 പേരുടെ ചേരമാൻ പെരുമാളിന്റെ മുക്തി സ്ഥലമാണ് തിരുവഞ്ചിക്കുളം ക്ഷേത്രം. അതെ, അവിടെ വെച്ച് അവർ സ്വർഗാരോഹണം നടത്തി. അല്ലെങ്കിൽ ഇവിടെ ലളിതമായി പറയാം, ഭൂമിയിലെ മനുഷ്യന് മനസ്സിലാവാത്ത പക്ഷേ അവിടെ വെച്ച് മരിച്ചു സമാധിയായി എന്ന് വേണമെങ്കിൽ ഭക്തർക്കും പറയാം. തിരുവഞ്ചിക്കുളത്തായിരുന്നു സമാധി, അല്ലാതെ മെക്കയിലോ ഗാസയിലോ അല്ല. പക്ഷേ ഈ മക്കയിലോ സൗദിയിലോ എവിടെയോ ചേരമാൻ പെരുമാളിന്റെ ഖബറുണ്ടെന്ന് പറയുന്നത് ആ ഭാഗവും കൂടി പറയാം. അപ്പോൾ ഈ ഇസ്ലാമിൽ ഈ കഥ ആദ്യം എഴുതുന്നത് മറ്റേ താരിഖ് സുഹർ അൽ ഇസ്ലാം ഫിൽ മലബാർ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ മുഹമ്മദ് മാലിക് ആണ് ഇങ്ങനെ ഒരു പെരുമാൾ മതം മാറി എന്ന് എഴുതുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ഇത്തരം പുസ്തകങ്ങളൊക്കെ അറബി ആയതുകൊണ്ടൊന്നും നമ്മളാരും വായിക്കില്ലല്ലോ, അറബിയൊക്കെ ആര് വായിച്ച് മനസ്സിലാക്കാനാണ്. പിന്നെ തുഹ്വത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അകത്തും ഇത് വന്നു. അപ്പോൾ ഇവർ 2-3 കഥകൾ പേര് മാറ്റി മാറ്റി പറയുന്നുണ്ട്. ശങ്കരവർമ്മൻ, ചെങ്കൽ പെരുമാൾ എന്നറിയപ്പെടുന്ന ശങ്കരവർമ്മൻ നബിയെ 627 കണ്ടു എന്ന് പറഞ്ഞാൽ ചേരമാൻ പെരുമാളല്ല. അപ്പം തന്നെ കഥയിൽ പൊളിവ് വന്നു. അബ്ദുറഹ്മാൻ സാമിരി എന്ന പേരിൽ ഒരു സാമുദ്രി 638 മതം മാറി ഇവരെഴുതുകയാണ്. അപ്പോൾ ഈ 621, 640 കാലത്ത് ഭരിച്ചിരുന്ന ആളാണ് ഈ ചെങ്കൽ പെരുമാൾ. അപ്പോൾ കാലഘട്ടത്തിലും വ്യത്യാസം വന്നു. നബി ജീവിക്കുന്നത് 570 മുതൽ 632 വരെയാണ്. 632 പ്രവാചകൻ്റെ അന്ത്യം അപ്പോഴാണ്. അപ്പോൾ അന്നത്തെ യമനിലെ നഥറിൽ ആണ് എന്ന് പറയുന്നുണ്ട്. അവിടെ ഒരു ഖബറുണ്ട്, ഈ ശങ്കരവർമ്മൻ്റേതാണെന്നാണ് പറയുന്നത്. അത് എന്ന് പറഞ്ഞാൽ സൗദിയിലല്ലേ, യമനിലാണ്. യമനിൽ അന്നത്തെ യമൻ കുറച്ചുകൂടി വലുതായിരുന്നു. അത് ഇനി കുറച്ചുകൂടി പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ സാമൂതിരി എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് സത്യമുണ്ടോ എന്നറിയില്ല. സാമൂതിരിയുടെ അരിയിട്ട് വാഴ്ചയിൽ കുറച്ച് നേരം സാമൂതിരി മുസ്ലിമായിട്ട് മുസ്ലിം വേഷത്തിൽ നിൽക്കാറുണ്ട് സാമൂതിരി. താരിഖ് സുഹർ അൽ ഇസ്ലാം ഫിൽ മലബാർ മുഹമ്മദ് മാലിക് എഴുതിയതിൻ്റെ അകത്ത് തീർത്ഥാടകൻ തക്കിയുദ്ദീൻ കൊടുങ്ങല്ലൂരിൽ വന്നിട്ട് പെരുമാളിനെ കണ്ടു. ശ്രീലങ്കയ്ക്ക് പോകുന്നത് വഴിയാണ് പെരുമാളിനെ കണ്ടത്.
എന്നിട്ട് പെരുമാളിനെയും കൊണ്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് പെരുമാൾ നബിയെ ജിദ്ദയിൽ കണ്ടു. 617 അത് എന്ന് ആ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്. അദ്ദേഹം താജുദ്ദീൻ എന്ന പേരിലാണ് ഇസ്ലാമിൽ ചേർന്നത്. അപ്പോൾ പല പേരുകളിൽ പല പെരുമാക്കന്മാരും സാമുദ്രിമാരും ഒക്കെ വരുന്നു. യമനിലെ സഹർ മുഹല്ലയിൽ മയ്യത്തായി ഈ പറയുന്ന ആള്, ഈ പെരുമാൾ നബിയെ വേറൊരു വർഷം കണ്ടു എന്ന് പറയുന്ന ആള്. അത് 622 എന്ന് പറയുന്നു മയ്യത്തായത്. ഇനി ഈ സഹർ മുഹല്ല എന്ന് പറഞ്ഞ മയ്യത്തായ സ്ഥലം എവിടെയാണെന്നറിയോ? യമനിൽ ഹാദ്ര മൗട്ടാണ് അന്നത്തെ തലസ്ഥാനം. അവിടെയാണ് ഈ ഖബറുള്ളത്. ഹാദ്ര മൗട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. യമനിലെ ഹാദ്ര മൗട്ടിൽ നിന്നാണ് ഈ തങ്ങൾമാർ മുഴുവൻ ഇവിടെ വന്നത്, മലബാറിലെ. അപ്പോൾ പെരുമാളിൻ്റെ ഒരു ഐതിഹ്യം അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് വരാൻ എളുപ്പമുണ്ട് മലബാറിലേക്ക് ഇസ്ലാമിന് വരാൻ. അപ്പോൾ ഗൾഫ് ഓഫ് ഈഡനിലെ ഒരു തുറമുഖമാണ് ഷഹർ മുഹല്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, ഈ ഷഹർ മുഹല്ല എന്ന് പറഞ്ഞ പട്ടണം ഉണ്ടായത് 1035 മാത്രമാണ്. അപ്പോൾ കഥ ഒക്കുന്നില്ല. ഈ എഴുതി വെക്കുമ്പോൾ ഈ കാലമൊക്കെ കറക്റ്റായിട്ട് നോക്കി. അപ്പോൾ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ആള് 1122 ഉണ്ടായതെന്ന് MGS നാരായണൻ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ആണെങ്കിൽ പിന്നെ നബിയെ കാണുന്ന പ്രശ്നമില്ലല്ലോ. ചേരമാൻ പെരുമാൾ 1122 ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 1035 ഒക്കാൻ സാധ്യതയില്ല. ഏടന് 480 കിലോമീറ്റർ കിഴക്കാണ് ഈ ഷഹർ മുഹല്ല എന്ന് പറഞ്ഞ പട്ടണം. ഹാദ്ര മൗട്ടിലാണ്. ഇങ്ങോട്ട് തങ്ങൾമാരൊക്കെ വന്ന സ്ഥലവുമാണ്. അപ്പോൾ തങ്ങൾമാർക്ക് ഇങ്ങോട്ട് വരാൻ ന്യായമായ ഒരു സ്ഥലത്താണ് ഷഹർ മുഹല്ല. പക്ഷെ 1035 ആ നഗരം ഉണ്ടായിട്ടുള്ളൂ. തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ, ഈ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ സുൽത്താനാണ് സാമൂതിരി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സാമൂതിരി പറഞ്ഞില്ലേ, എല്ലാ മുക്കുവ കുടുംബങ്ങളിൽ നിന്നും ഒരാൾ ഇസ്ലാമിൽ ചേരണം എന്ന് തിട്ടൂരം ഉണ്ടായില്ലേ? സാമൂതിരിക്ക് കപ്പലുകളിലുണ്ട്, നാവികരായിട്ട് ഇത്തരം ആളുകളെയൊക്കെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഓരോ മുക്കുവ കുടുംബങ്ങളിലെ ഒരു പുരുഷൻ ഇസ്ലാമിൽ ചേരണം എന്ന് ഉത്തരവിറക്കി. അപ്പോൾ തുഹ്ഫത്തുൽ മുജാഹിദ്ദീനിൽ നമ്മുടെ സുൽത്താൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹിജ്റ തുടങ്ങി 200 കൊല്ലം, ഹിജ്റ തുടങ്ങി 200-ാം വർഷമാണ് ഈ പെരുമാളിൻ്റെ മതം മാറ്റം എന്ന് തുഹ്ഫത്തുൽ മുജാഹിദ്ദീനിൽ പറഞ്ഞു. അപ്പോൾ പിന്നെ തെറ്റി. അപ്പോൾ പിന്നെ ഇത് 822 പോയി. ഹിജ്റ തുടങ്ങുന്നത് 622 200 കൂട്ടിയാൽ 822 അപ്പോൾ കേരളോൽപ്പത്തിയിൽ പറയുന്നത് പള്ളിബാണ പെരുമാൾ എന്ന് പറഞ്ഞൊരാൾ ഇസ്ലാമിൽ ചേർന്നു എന്നാണ്. അത് ചേരമാൻ പെരുമാൾ അത് കഴിഞ്ഞ് 5-ാമത്തെ ആളാണ് കേരളോൽപ്പത്തി അനുസരിച്ചിട്ട്. പക്ഷെ ചേർന്നത് പള്ളിബാണ പെരുമാളാണെന്ന് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ആ കഥയിലും പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പള്ളിബാണ പെരുമാൾ ചേർന്നത് ബുദ്ധമതത്തിലാണ്. അത് നമ്മുടെ ചരിത്രത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. പള്ളിബാണ പെരുമാൾ ചേർന്നത് ബുദ്ധമതത്തിലാണ്. അപ്പോൾ ഒത്തായ ഒത്തു എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ ഒരു കഥയാണ്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥ. കാരണം പെരുമാൾ ചേർന്നു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു രാജകുടുംബത്തിലെ, ഇവിടെ ഭരിക്കുന്ന വംശത്തിലെ ഒരാൾ തന്നെ അങ്ങോട്ട് ചേർന്നു എന്ന് പറഞ്ഞാലുള്ള ഗുണം എന്താന്ന് ബാക്കിയുള്ളവർക്ക് പ്രലോഭനമാണ്. ഇപ്പോൾ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ 4 പേരും ബ്രാഹ്മണരാണല്ലോ. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ കുടുംബങ്ങളിൽ പിന്നെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പ്രവാഹം. അപ്പോൾ മറ്റേ ആഢ്യന്മാർ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെയുള്ള ചെറുമന്മാരും വരുമല്ലോ, ഈ പാർട്ടിയിലേക്ക് ചേരുമല്ലോ. മറ്റേ മോളിലുള്ള തമ്പ്രാൻ പറയുന്നതല്ലേ അവരനുസരിച്ചുള്ളൂ. ഇതെല്ലാ കാലത്തും ഇത് ഇങ്ങനെ നടക്കുന്നതാണ്. ഇവിടെ വന്നപ്പോൾ താനൂർ രാജാവിനെ മതം മാറ്റിയില്ലേ ഫ്രാൻസിസ്, ഗോവയിൽ നിന്ന് വന്നിട്ട് ആ പേരൊക്കെ ആക്കി ഡോൺ ജുവാനോ മറ്റുമൊക്കെ ആക്കി ഗോവയിൽ പ്രദക്ഷിണം എഴുന്നള്ളിക്കുകയൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഗർവാബസി പുള്ളിയുടെ, കാരണം താനൂര് സാമൂതിരി പിടിച്ച് കുറെ സ്ഥലങ്ങൾ മാറ്റുന്നുണ്ടായിരുന്നു. പിന്നെ പോർച്ചുഗീസുകാർ ഇദ്ദേഹം മറ്റേ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞപ്പോൾ അത് പിടിച്ചു കൊടുത്തു. കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളി ഗർവാബസി തിരിച്ച് ഹിന്ദുവായി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ ഓരോരോ കാലത്ത് ഓരോരോ ഗുണം ഉണ്ടാവുന്ന തരത്തിൽ
ഈ ഉണ്ടാകുന്ന കഥ മതമാറ്റം. അങ്ങനെ കേരള മനസ്സുകളിൽ അങ്ങനെ അടിച്ചുറപ്പിക്കാൻ വേണ്ടി ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഒരു സിനിമ വരുന്നുണ്ടായിരുന്നു, ചെരമാൻ പെരുമാൾ എന്ന് പറയും. മമ്മൂട്ടിയായിരുന്നു ചെരമാൻ പെരുമാളായിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ സിനിമ വന്നില്ല. അത് മറ്റേ വാര്യൻ കുന്നൻ സിനിമ വരുന്നു എന്നും പറഞ്ഞ പോലെ തന്നെയാണത്. അത് വരുമായിരുന്നു. പക്ഷേ കേരളത്തിലെ പൊതുസമൂഹം, ഹൈന്ദവ സമൂഹം ഉയർത്തിയ അതിശക്തമായ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും തുറന്നു കാട്ടലും കൊണ്ടാണ് വാര്യൻ കുന്നൻ സിനിമ വരാതെ. ഒരാൾ എന്നോട് പറഞ്ഞു, ഈ പാഠപുസ്തകങ്ങളിൽ ഇവിടെ പഠിക്കാനുണ്ടായിരുന്നു ചേരമാൻ പെരുമാൾ ഇസ്ലാമിൽ ചേർന്നു ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എന്തൊരു കള്ളക്കഥയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.